ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് പുറത്ത് പോയി വന്നാലോ? ക്രിസ്മസ് ഒക്കെ അടുത്തതല്ലേ. നമുക്ക് ബേപ്പൂർ പുളിമൂട് വരെ പോയി വരാം. അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ഞങ്ങളെല്ലാവരും റെഡിയായി. അമ്മ ഡോർ അടച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇങ്ങനെ രാത്രി ഡ്രൈവ് ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല കൂളായിട്ട് പോയി വരാം. ഇങ്ങനെ മക്കളെ മുന്നിലും ബാക്കിലും വെച്ച് സ്കൂട്ടർ ഓടിച്ച് പോകാൻ കഴിയുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. വണ്ടി പഠിക്കുമ്പോൾ ഞാൻ കരുതിയത് എനിക്ക് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് തോന്നുന്നു. പക്ഷേ ഫുൾ ക്രെഡിറ്റ് എൻ്റെ കിട്ടിയവനാണ് കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് പോകണം. ആൾ കഴിച്ചിലായി, വെറുപ്പിക്കില്ലല്ലോ. പോകുന്ന വഴിക്ക് ഒരു ചർച്ച് കണ്ട് അവിടെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. ഞങ്ങൾ ബീച്ചിലെത്തി ആദ്യം കണ്ട സീൻ ഇതാണ്. രണ്ട് മുറ്റന്മാർ തമ്മിൽ നല്ല അടി. ബീച്ചിൽ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ, കുറവാണ്. എന്നാലും ആൾക്കാർ നല്ല. അങ്ങനെ അവിടെ ആടുകൾ, എത്രയാ ആടുകൾ എന്നറിയാം. കണ്ണന് ആടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര പേടിയാണ്. വലിയ കാര്യങ്ങൾക്കൊന്നും അവന് പേടിയില്ല. ഉപദ്രവിക്കാത്ത ജന്തുക്കളൊക്കെയാണ് അവന് പേടി. നായനും പൂച്ചേനൊന്നും വലിയ പേടിയൊന്നുമില്ല. പക്ഷേ കുറേ തലോട്ടണമെന്നും തൊട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവന് പേടിയായിട്ട് ആടിളകുമ്പോഴത്തേക്ക് അവനും പേടിച്ചു പോവാം. സ്കേറ്റിംഗ് ബോർഡൊക്കെ കൊണ്ടാണ് പോയത്. അവിടെ ഒരുപാട് പേര് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കണ്ട കടയിലേക്ക് ചായ കുടിക്കാൻ കയറി. അവിടെ നിന്ന് കടുക്ക പൊരിച്ചതും പരിപ്പ് വടയും നല്ല ചൂടുള്ളതായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കാടമുട്ടയും വാങ്ങി. ഞാനവിടുന്ന് ചായ കുടിച്ചില്ല. കാരണം ബീച്ചിൽ പോയാൽ നമ്മൾ ആദ്യം തരേ ഈ സാധനമാണല്ലോ, ഐസ്വരതി. നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം ഐസ്വരതി. എനിക്ക് ബീച്ചിൽ പോയാൽ ഇതും ഉപ്പിലിട്ടതും കിട്ടണം. അതിനാണ് ഞാൻ കാര്യമായിട്ട് ബീച്ചിൽ പോകുന്നത്. എല്ലാവരും പറയും വെള്ളം നല്ലതാവില്ല എന്നൊക്കെ, പക്ഷേ എനിക്കത് എന്തായാലും കിട്ടണം. ഇപ്പം നിങ്ങൾ കാണുന്നത് ചാലിയത്ത് നിന്ന് പടക്കം പൊട്ടിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ചാലിയം ജങ്കാറാണ്, ചാലിയം ബീച്ച്. അവിടെ നിന്നാണ് ആ പടക്കമൊക്കെ പൊട്ടുന്നത്. പിന്നെ ഞങ്ങൾ കടൽക്കാറ്റും കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാൻ നേരത്ത് ഒരു പോപ്കോണിൻ്റെ പാക്കറ്റ് ഉണ്ട്, വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു. പെട്ടെന്നുണ്ട് രണ്ടാടുകൾ വന്നു കഴിഞ്ഞ് അമ്മേനെ വിലം കിട്ട് നിന്നു. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആടുകൾക്കൊന്നും ഇപ്പോൾ ഇലേൻ്റെ ആവശ്യമില്ല. പ്ലാവിലൊന്നും വേണ്ട അവർക്ക്. മോഡേൺ ആടാണെന്ന് തോന്നുന്നുണ്ട്. അവർക്ക് പോപ്കോൺ വേണം. അമ്മ ഓരോന്നോരോന്ന് കൊടുത്തിട്ടൊന്നും അവർക്ക് മതിയാവില്ല. അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക. അവസാനം അമ്മയ്ക്ക് ദേഷ്യം പിടിച്ച അമ്മ മുഴുവൻ പാക്കറ്റും പൊളിച്ച് അവിടെ ഇട്ട് കൊടുത്തു. അവരത് നിന്ന് തിന്നുന്നു. ആടുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ജനറേഷനിലല്ലേ അവർ ജീവിക്കണം. അവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ. എന്നിങ്ങനെ പ്ലാവില തിന്ന് മതിയോ? ഇടയ്ക്കൊരു മോഡേൺ ഫുഡും കൂടെ വേണ്ടേ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് കുറേ നേരം നിന്നു. അവിടെ ഇത് കൂടിയൊക്കെ പോകുന്നത് കണ്ടല്ലേ, സ്കേറ്റിംഗ് ഷൂ ഇട്ടങ്ങനെ പിള്ളേർ. എന്തൊരു ചെറിയ മക്കളാണെന്ന് പറയും. നമ്മൾ കണ്ടാൽ അതിശയിച്ച് നിന്നു പോകും. കാരണം അത്രയും ചെറിയ മക്കളാണ് സ്കേറ്റിംഗ് ഷൂ ഇട്ടിട്ട് പോകുന്നത്. എനിക്ക് പേടിയാവുക, ഇപ്പോൾ വീഴുന്നു. അവർക്കൊരു പേടിയുമില്ല. ഒരു ചെറിയ കുട്ടി ആടിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആട് ഫുഡ് കഴിക്കുന്നത് നോക്കി നിൽക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, ഒരു വീഡിയോ എടുത്തുകൊണ്ടാ അപ്പയും അമ്മയും കൂടെ നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എടുത്ത വീഡിയോ ആണ് ഇത്. പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നെയ് റോസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തു. അവർ നന്നായിട്ട് കഴിച്ചു. ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഫുഡ് കൊടുക്കാൻ നിൽക്കണ്ടല്ലോ. രാത്രിയായില്ലേ, 10 മണി കഴിഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.